CS40 നോക്കാം. പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ്. എത്ര കണ്ട് കോസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്നൊക്കെ ഈ CS ഒക്കെ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ചില സ്റ്റെപ്സുകൾ എടുക്കണമെന്ന്. ഒരു നോട്ട് എഴുതി വെക്കുക അവിടെ. എവരി ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് some steps to curb pollution control. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ചില സ്റ്റെപ്സുകൾ എല്ലാ ഓർഗനൈസേഷനും നിർബന്ധമായിട്ടും എടുക്കണം. ഏതൊക്കെ തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവും? എയർ പൊല്യൂഷൻ ഉണ്ടാവാം, പിന്നെ എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ അല്ലേ, അതിൽ സോയിൽ പൊല്യൂഷൻ, പല തരത്തിലുള്ള പൊല്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ദി സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾ മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ ദ പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദി സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പൊല്യൂഷൻ കൺട്രോൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അതെങ്ങനെ മെഷർ ചെയ്യണം, അതെങ്ങനെ ഈ പറയുന്ന പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ ചാർജ് ചെയ്യണം, വിച്ച് മീൻസ് ഈ പറയുന്ന കോസ്റ്റ് ഷീറ്റിൽ ഏതും കൂടെ കൺസിഡർ ചെയ്യാം, പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യാം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, നമുക്ക് മുൻപിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ, വാട്ടർ ബോട്ടിലാണ്, നമ്മളൊരു 200 കൊടുത്തിട്ട് മേടിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം അവരെന്ത് ചെയ്യാൻ, അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്സുകളൊക്കെ എടുക്കാൻ. അപ്പോൾ ആ കോസ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ കോസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ തിങ്.